നമസ്കാരം. വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ താൽക്കാലികമായിട്ടാണെങ്കിലും ആശ്വാസം ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. കാരണം സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിസന്ധിയിലാക്കിയിരുന്ന പല വിഷയങ്ങളും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണെന്ന ആരോപണവും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസും പ്രമോദ് കോട്ടൂളിയുടെ കോഴ ആരോപണവുമൊക്കെ ഉയർന്നു നിന്ന സമയത്താണ് കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട്ടുകാരനായ ഡ്രൈവർ അർജുനെയും അദ്ദേഹത്തിൻ്റെ ലോറിയെയും ഗംഗാവലി പുഴയിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ കാണാതായത്. സ്വാഭാവികമായും നമ്മുടെ എല്ലാം ശ്രദ്ധ, മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. മാധ്യമങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പോയി 10-15 ദിവസം നടത്തിയ തെരച്ചിലിൽ കാര്യമായ ഫലമൊന്നും കാണാതെ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചു. ഈ ഒരു 10-15 ദിവസങ്ങളും ഇവിടെ കേരളത്തിൽ ഉയർന്നു നിന്നിരുന്ന, കത്തി നിന്നിരുന്ന പല വിഷയങ്ങളും, സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുന്ന പല വിഷയങ്ങളും അണഞ്ഞുപോയ അവസ്ഥയായിരുന്നു. കർണാടകയിൽ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് 1-2 ദിവസങ്ങൾക്കുള്ളിലാണ് വയനാട് ഈ ദുരന്തമുണ്ടായത്. അതോടുകൂടി സ്വാഭാവികമായും നമ്മൾ സർക്കാരിൻ്റെ അഴിമതിയോ അല്ലെങ്കിൽ മാസപ്പടി കേസോ ഒന്നും ചർച്ച ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അപ്പോൾ സർക്കാരിന് കിട്ടിയ ഒരു ആശ്വാസം, സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഒക്കെ അഴിമതികളിൽ നിന്ന് ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും മാറ്റി എന്നുള്ളതാണ് ഈ വയനാട്ടിലെ ദുരന്തം. അതൊരാശ്വാസം. രണ്ടാമത്തെ ആശ്വാസം, മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം വരും. ഇപ്പോൾ തന്നെ നടൻ വിക്രം 20 ലക്ഷം രൂപയും, നെടുമ്പാശ്ശേരി എയർപോർട്ട് 2 കോടി രൂപയും, വ്യവസായി രവിപിള്ള 5 കോടി രൂപയും, കേരള ബാങ്ക് 50 ലക്ഷം രൂപയും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. വേറെയും ഒരുപാട് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടി ചെലവഴിക്കും എന്നുള്ള കാര്യമൊക്കെ ഇനി നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ആശ്വാസം കൂടി സർക്കാരിനുണ്ട്. അതുമാത്രമല്ല, 1.5 മാസത്തിനുള്ളിൽ ഓണം വരികയാണ്. ഓണം വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും ബോണസ് കൊടുക്കണം, ശമ്പളം കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ. 7-8 മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അവർക്ക് 1-2 ഗഡുക്കളെങ്കിലും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും, കൂടുതൽ നാറ്റക്കേസാകും. അതുകൊണ്ട് അതും കൊടുത്തേ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഓരോ മാസവും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും കൊടുക്കാനില്ലാത്ത സാമ്പത്തിക അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളം. പൊതുഖജനാവിലാണെങ്കിൽ 10 പൈസയില്ല. ഓരോ മാസവും കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കേന്ദ്രം കനിയണം എന്നുള്ള അവസ്ഥയാണ്. ആ അവസ്ഥ വന്നു. അപ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ വയനാട്ടിലുണ്ടായത്. ഇനി എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയാം, കണ്ടില്ലേ നമ്മുടെ സഹോദരങ്ങൾ അവിടെ കഷ്ടത അനുഭവിക്കുന്നു, അപ്പോൾ നമുക്ക് എങ്ങനെ ഓണം ആഘോഷിക്കാൻ കഴിയും? അതുകൊണ്ട് ഇത്തവണ ബോണസ് ഇല്ല, അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് ഇത്ര രൂപ പിടിക്കും. അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻകാരോടും അതുതന്നെ പറയാം, ഞങ്ങൾ 5 മാസത്തെ ഗഡു ഒരുമിച്ച് തരാനായി ഇരുന്നതാണ്, നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണമെങ്കിൽ അങ്ങനെയും പറയാം. നിങ്ങൾക്ക് 5 മാസത്തെ ഗഡു ഒരുമിച്ച് തരാനിരുന്നതാണ്, പക്ഷേ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ട് ഒന്നുകിൽ ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ 1 മാസത്തെ എങ്ങാനും കൊടുത്താലായി. അപ്പോൾ ആ രീതിയിലും സർക്കാരിന് പറയാനൊരു എക്സ്ക്യൂസായി എന്നുള്ളതാണ്. സർക്കാരിനെയും പിണറായി വിജയനെയും പ്രതിസന്ധിയിലാക്കുന്ന ഏതൊരു വിഷയം ഉയർന്നു വരുമ്പോഴും മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ഉയർത്തിപ്പിടിക്കും. ഒന്നുകിൽ മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കും, അല്ലെങ്കിൽ പാർട്ടിയുമായോ സർക്കാരുമായോ അടുത്തു നിൽക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതോടുകൂടി സ്വാഭാവികമായും മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറും. ഇങ്ങനെയാണ് പലപ്പോഴും പിണറായി വിജയനും അതുപോലെ സംസ്ഥാന സർക്കാരും ഒക്കെ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു പരിഹാസ രൂപേണ പറഞ്ഞതല്ല, പരിഹസിച്ചു പറഞ്ഞതുമല്ല. അപ്പോൾ സർക്കാരിനെയും പിണറായി വിജയനെയും പ്രതിസന്ധിയിലാക്കുന്ന ഏതൊരു ഘട്ടത്തിലും ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരികയോ ഉയർത്തിക്കൊണ്ടുവരികയോ സ്വാഭാവികമായി സംഭവിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെയാണ് ഈ സംഭവം. എന്തായാലും വയനാട് ചൂരൽമലയിൽ നടന്ന ഈ ഒരു ഉരുൾപൊട്ടൽ സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ ആശ്വാസമായിരിക്കുന്നത് എന്ന കാര്യം പറയാതെ വയ്യ.